وَإِذَا قِيلَ لَهُمْ لَا تُفْسِدُوا فِي الْأَرْضِ قَالُوا إِنَّمَا نَحْنُ مُصْلِحُونَ. സൂറത്തുൽ ബഖറയിലെ 11-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതിക്കേൾപ്പിച്ചത്. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഒന്നാമതായി ഖീല ലഹും വായിക്കുമ്പോൾ ഹാ കൂടുതലായി വ്യക്തമാക്കേണ്ടതാണ്. ശബ്ദം വ്യക്തമാക്കി കേൾപ്പിക്കണം. വഇദാ ഖീല ലഹും, അതിനുശേഷം ഖാലൂ ഇന്നമാ വായിക്കുമ്പോൾ ദീർഘിപ്പിക്കേണ്ടതാണ്. 4 5 ഖദ്ർ ദീർഘം വേണം. അൽ മദ്ദുൽ മുൻഫസിൽ എന്നാണ് ആ നിയമത്തിന് പറയാറുള്ളത്. അതിനുശേഷം ഇന്നമ വായിക്കുമ്പോൾ അവിടെ 2 ഖദ്ർ മണിക്കേണ്ടതാണ്, നൂന്റെ മേലെ ഷദ് വന്നതുകൊണ്ട്. മുസ്ലിഹൂൻ വായിക്കുമ്പോൾ, അതേപോലെ നഹ്നു വായിക്കുമ്പോൾ ഹാഇന്റെ ശബ്ദം വ്യക്തമാക്കി കേൾപ്പിക്കണം, ഹാ ആക്കി മാറ്റരുത്. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. وَإِذَا قِيلَ لَهُمْ لَا تُفْسِدُوا فِي الْأَرْضِ قَالُوا إِنَّمَا نَحْنُ مُصْلِحُونَ. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 11-ാമത്തെ ആയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 11-ാമത്തെ ആയത്ത് വഇദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർളി ഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ. ഈ ആയത്തിലെ വാക്കാർത്ഥങ്ങൾ നമുക്ക് ആദ്യം പരിശോധിക്കാം. വഇദാ ഖീല, പറയപ്പെട്ടാൽ, ലഹും അവരോട്, ലാ തുഫ്സിദു നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്, ഫിൽ അർളി ഭൂമിയിൽ അല്ലെങ്കിൽ നാട്ടിൽ, ഖാലു അവർ പറയും, ഇന്നമാ നഹ്നു നിശ്ചയമായും ഞങ്ങളാകുന്നു, മുസ്ലിഹൂൻ നന്മയുണ്ടാക്കുന്നവർ. അപ്പോൾ അതിൻ്റെ പരിപൂർണമായ അർത്ഥം, നിങ്ങൾ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാതിരിക്കുക എന്ന് അവരോട് ആരെങ്കിലും പറഞ്ഞാൽ, ഞങ്ങൾ സൽപ്രവർത്തനങ്ങൾ മാത്രമാണല്ലോ ചെയ്യുന്നത് എന്നായിരിക്കും അവരുടെ മറുപടി. അല്ലെങ്കിൽ ഞങ്ങൾ നന്മയുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണല്ലോ ചെയ്യുന്നത് എന്നായിരിക്കും അവരുടെ മറുപടി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരാളം സ്വഹാബികൾ ഈ ആയത്തിന് നൽകിയ വ്യാഖ്യാനം, അത് ഇമാം ത്വബരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഉദ്ധരിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. ആ സ്വഹാബികൾ പറയുകയാണ്, ഹുമുൽ മുനാഫിഖൂൻ, അവർ മുനാഫിക്കുകളാണ്, അതായത് കപടവിശ്വാസികളാണ് എന്ന്. ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട ആ വിഭാഗം അവർ മുനാഫിക്കുകളാണ് എന്ന് സ്വഹാബത്ത് പറയുക. അമ്മ ലാ തുഫ്സിദു ഫിൽ അർള്, എന്നാൽ ആയത്തിൽ പറഞ്ഞ നിങ്ങൾ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാതിരിക്കൂ എന്നതിൽ ഫഇന്നൽ ഫസാദ്, ആ ആയത്തിൽ പറഞ്ഞ ലാ തുഫ്സിദു ഫിൽ അർള് എന്നതിലെ ഫഇന്നൽ ഫസാദ്, എന്നാൽ ഫസാദ് അതായത് കുഴപ്പമുണ്ടാക്കൽ, ഹുവൽ കുഫ്റു വൽ അമലു ബിൽ മഅ്സിയാത്ത്, അത് കുഫ്റും കുറ്റകരമായ പ്രവർത്തനങ്ങളുമാണ് എന്ന്, അതായത് സത്യനിഷേധവും തിന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളുമാണ് എന്ന് സഹാബികള് വിശദീകരിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ വിശദീകരണം മുമ്പിൽ വെച്ചുകൊണ്ട് ഈ കപടവിശ്വാസികളുടെ കുഫ്റും അതുപോലെ തന്നെ അവരുടെ അമലു ബിൽ മഅ്സിയ എന്ന് പറഞ്ഞ തിന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ, കുറ്റകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അത് എങ്ങനെയുള്ള ഏത് തരത്തിലുള്ളതായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കപടവിശ്വാസികൾ അവർ സത്യനിഷേധം കൊണ്ട് നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരാണ്. സത്യവിശ്വാസികളെ കബളിപ്പിച്ചുകൊണ്ട് നാട്ടിൽ ഫസാദ് ഉണ്ടാക്കുന്നവരാണ്. ജനങ്ങളുടെ ഇടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കിക്കൊണ്ട് സമൂഹത്തിൽ വലിയ ഫിത്തനകൾ ഉണ്ടാക്കുന്നവരാണ്.
അവർ പറയുന്ന വാക്കുകൾക്ക് അവർ തന്നെ എതിര് പ്രവർത്തിക്കുന്ന സ്വഭാവക്കാരാണ്. അതുമാത്രമല്ല, ഇസ്ലാമിന്റെ ശത്രുക്കളുമായി രഹസ്യബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നവരാണ് ഈ മുനാഫിക്കുകൾ. ഈ രൂപത്തിലുള്ള ഇവരുടെ പ്രവർത്തനങ്ങൾ, കുറ്റകരമായ കപടവിശ്വാസികളുടെ പ്രവർത്തനങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് നമുക്ക് കാണുവാൻ കഴിയും. ഇവരുടെ ഈ പ്രവർത്തനങ്ങളെ ഉദ്ദേശിച്ചാണ് അവരോട് നിങ്ങൾ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാതിരിക്കൂ എന്ന് പറഞ്ഞതിന്റെ താല്പര്യം. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഇസ്ലാമിക ചരിത്രത്തിൽ ബദർ യുദ്ധം മുസ്ലിമുകൾക്ക് നൽകിയ ആത്മവിശ്വാസം അത് വളരെ വലുതാണ്. ബദർ യുദ്ധത്തിൽ മക്ക മുശ്രിക്കുകൾക്ക് നേരിടേണ്ടി വന്ന പരാജയം അവരെ എല്ലാ അർത്ഥത്തിലും തകർത്തു കളഞ്ഞത് നമ്മൾ പലതവണ ചരിത്രത്തിൽ വായിച്ച ഒരു യാഥാർത്ഥ്യമാണ്. പിന്നീട് ആ മക്ക മുശ്രിക്കുകൾ എന്താണ് ചെയ്തത്? അവർ സത്യവിശ്വാസികളോട് പകരം വീട്ടുവാൻ വേണ്ടി മറ്റൊരു യുദ്ധത്തെക്കുറിച്ച് ആലോചിക്കുകയാണ്. അതിനുവേണ്ടി കരുക്കൽ നീക്കുകയാണ്. അവരുടെ കച്ചവടത്തിലെ വരുമാനവും മറ്റു വിഭവങ്ങളും മുസ്ലിമുകളുമായി ഏറ്റുമുട്ടുവാൻ വേണ്ടി അവർ മാറ്റിവെച്ച്, അവരത് ഒരുക്കി വെച്ച് അവർ ഒരു യുദ്ധത്തിലേക്ക് വരുവാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. എന്നിട്ടോ ഈ മക്ക മുശ്രിക്കുകൾ അവരോട് സഹകരിക്കുന്ന മുഴുവൻ ഗോത്രങ്ങളിൽ നിന്നും സഹകരണങ്ങൾ നേടിയെടുത്തുകൊണ്ട് മുസ്ലിമുകളോടുള്ള പക തീർക്കുന്നതിനു വേണ്ടി 3000-ഓളം ആളുകളുള്ള ഒരു വലിയ സൈന്യവുമായി മദീനയിലേക്ക് പുറപ്പെടുകയാണ്. ശത്രുക്കളുടെ ഈ പടയൊരുക്കത്തെക്കുറിച്ച് വിവരം ലഭിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടനെ തന്നെ തന്റെ സ്വഹാബികളുമായി കൂടിയാലോചിക്കുകയാണ്. മദീനയിലേക്ക് ശത്രു സൈന്യം എത്തുകയാണ് എങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെ അവരെ നേരിടാമെന്ന് ഇസ്ലാമിന്റെ വേഷം ധരിച്ച കപടവിശ്വാസിയായ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ അഭിപ്രായപ്പെടും. എങ്ങനെ? മദീനയിലേക്ക് ശത്രു സൈന്യം എത്തുകയാണ് എങ്കിൽ ഈ മദീനയിൽ വെച്ച് തന്നെ അവരെ നേരിടണമെന്ന് കപടവിശ്വാസിയായ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ അദ്ദേഹം അഭിപ്രായപ്പെടുകയാണ്. എന്നാൽ ഭൂരിപക്ഷം വരുന്ന സ്വഹാബികൾ മുന്നോട്ട് വെച്ച അഭിപ്രായം ആ ശത്രുക്കളെ മദീനക്ക് പുറത്തു വെച്ച് നേരിടണമെന്നാണ്. ആ അഭിപ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അംഗീകരിക്കുകയും 1000-ഓളം വരുന്ന ഒരു സൈന്യവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മദീനക്കടുത്തുള്ള ഉഹുദ് എന്ന പ്രദേശത്തേക്ക് തന്റെ സ്വഹാബത്തിനെ കൂട്ടിക്കൊണ്ട് യാത്ര തിരിക്കുക ആ യുദ്ധത്തിനു വേണ്ടി. ഹിജ്റ 3-ാം കൊല്ലം ശഅബാൻ മാസത്തിൽ 5-ാം തീയതി ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. ജുമാ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും 1000-ഓളം വരുന്ന മറ്റു സ്വഹാബികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിനു വേണ്ടിയിട്ട് യാത്ര തിരിക്കുന്നത് ഉഹുദിൽ വെച്ച് അവരുമായി നേരിടാൻ വേണ്ടിയിട്ട്. എന്നാൽ സഹോദരങ്ങളെ, ഈ നിർണായക ഘട്ടത്തിലാണ് മുനാഫിക്കുകളുടെ നേതാവായിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ ഈ യുദ്ധത്തിൽ നിന്നും പിൻവാങ്ങുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അഭിപ്രായം മുഖവിലക്കെടുക്കാതെ തള്ളിക്കളഞ്ഞു. ശത്രുക്കളെ മദീനക്കടുത്ത് വെച്ച് നേരിടണമെന്ന എന്റെ അഭിപ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിഗണിച്ചില്ല എന്നതാണ് ഈ കപടവിശ്വാസിയുടെ ഭാഗത്തുള്ള ഒരു ന്യായം. അതുകൊണ്ട് തന്നെ ഇയാൾ ചെയ്തതെന്താണ്? ഇയാളുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി യുദ്ധത്തിന് പുറപ്പെട്ട 1/3 ഭാഗത്തെയും കൊണ്ടാണ് ഇടക്ക് വെച്ച് ഈ കപടവിശ്വാസി പിന്തിരിഞ്ഞു പോകുന്നത്. ശത്രുക്കളെ നേരിടാൻ വേണ്ടി പോകുന്ന ഒരു സൈന്യത്തിന് പിന്തുണ കൊടുക്കേണ്ട സന്ദർഭത്തിൽ, എല്ലാവിധ ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുവാൻ ഇട നൽകേണ്ട ഒരു സന്ദർഭത്തിലാണ് ഈ കപടവിശ്വാസികളുടെ നേതാവ് അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ തന്റെ 300 അനുയായികളെയും കൊണ്ട് യുദ്ധരംഗത്തു നിന്നും പിന്മാറുന്നത്. നാം നമ്മെ തന്നെ എന്തിനു വധിക്കുന്നു എന്നും തന്റെ അഭിപ്രായം അവഗണിച്ച് മറ്റുള്ളവരുടെ അഭിപ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിഗണിച്ചുവെന്നും ന്യായം പറഞ്ഞുകൊണ്ടാണ് ഈ മുനാഫിഖിന്റെ പിന്മാറ്റം. ഈ പിന്മാറ്റം ഒരു തന്ത്രമായിരുന്നു. മദീനയിൽ നിന്ന് ഇത്രയും ദൂരം മുസ്ലിം സൈന്യത്തോടൊപ്പം അയാൾ പുറപ്പെട്ടിട്ട് വഴിമധ്യേ പിന്തിരിഞ്ഞു പോയത് മുസ്ലിം സൈന്യങ്ങളുടെ മനോവീര്യം കെടുത്തുവാനും അണികൾക്കിടയിൽ വിള്ളലുണ്ടാക്കുവാനും വേണ്ടിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും പരാജയപ്പെടുമെന്നായിരുന്നു ആ കപടവിശ്വാസി ധരിച്ചുപോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അതോടെ മദീനയുടെ നേതൃത്വം തന്റെയും അനുയായികളുടെയും കരങ്ങളിൽ എത്തിച്ചേരുമെന്നായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ കരുതിയത്. എന്നാൽ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബാക്കി അവശേഷിച്ച 700 പേരെയും കൊണ്ട് ശത്രുക്കളുടെ നേരെ നീങ്ങുകയും പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഉഹുദിൽ വെച്ച് യുദ്ധം നയിക്കുകയുമാണ് ഉണ്ടായത്. ബാക്കിയുള്ള ചരിത്രം നമുക്കെല്ലാം അറിയുന്നതാണ്.
ഞാൻ ആ ഉഹുദ് യുദ്ധത്തിന്റെ മറ്റു പശ്ചാത്തലങ്ങളിലേക്കും അതിനുശേഷം സംഭവിച്ച ചരിത്രങ്ങളിലേക്കും കടന്നു പോകുവാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉഹുദ് യുദ്ധത്തിലൂടെ സത്യവിശ്വാസികൾക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിലെ ഗൗരവമായ ഒരു വിഷയമാണ് അത് കപടവിശ്വാസികളുടെ തനിനിറം അത് പുറത്തേക്ക് മറനീക്കി പുറത്തു വന്ന ഒരു അവസരമായിരുന്നു. അത് അത്രമാത്രം ചതിയും വഞ്ചനയുമാണ് ഈ ഒരു കപടവിശ്വാസി വർഗം ഇസ്ലാമിന് എന്നും നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും അഹ്ലുൽ കിതാബിൽപ്പെട്ട ജൂതന്മാരുമായി ഇവർക്കുള്ള ബന്ധം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് സഹോദരങ്ങളെ. ഇസ്ലാമിനെ നശിപ്പിക്കുവാൻ വേണ്ടി സകല കുതന്ത്രങ്ങളും ഈ കപടവിശ്വാസികൾ ജൂതന്മാരുമായി കൂടിച്ചേർന്നുകൊണ്ട് നടത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും അതിനുശേഷവും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ സൂചിപ്പിച്ച, ഇന്ന് നമ്മൾ പഠിക്കുന്ന ആയത്തിൽ പരാമർശിച്ച നിങ്ങൾ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാതിരിക്കൂ എന്ന് കപടവിശ്വാസികളോട് പറഞ്ഞ കാര്യം അത് വളരെ പ്രസക്തമായ ഒരു നിർദ്ദേശമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി കഴിയും. എന്നാൽ സഹോദരങ്ങളെ, നിങ്ങൾ നാട്ടിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് അവരോട് പറഞ്ഞാൽ, ആ കപടവിശ്വാസികളോട് നിങ്ങൾ നാട്ടിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ എന്താണ് അവർ മറുപടി പറയുക? ആയത്തിൽ പറയുകയാണ്, ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, നിശ്ചയമായും ഞങ്ങൾ നന്മയുണ്ടാക്കുന്നവരാണ് എന്നാണ് അവർ മറുപടി പറയുക. ഞങ്ങൾ നന്മയുണ്ടാക്കുന്നവരാണ് എന്ന മുനാഫിക്കുകളുടെ ഈ പ്രസ്താവന, അതിനെക്കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇമാം തബരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, നിശ്ചയമായും ഞങ്ങൾ നന്മയുണ്ടാക്കുന്നവരാണ് എന്ന ഭാഗമുണ്ടല്ലോ, ഐ ഖാലു, അതായത് അവർ ആ കപടവിശ്വാസികൾ പറഞ്ഞു, ഇന്നമാ നുരീദു, തീർച്ചയായും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അൽ ഇസ്ലാഹ ബൈനൽ ഫരീഖൈനി മിനൽ മുഅ്മിനീന വ അഹ്ലിൽ കിതാബ്, അഹ്ലുൽ കിതാബിന്റെയും സത്യവിശ്വാസികളുടെയും ഇടയിലുള്ള ഇസ്ലാഹാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന്. അതായത് സത്യവിശ്വാസികളുടെയും അഹ്ലുൽ കിതാബിന്റെയും ഇടയിലുള്ള ആളുകൾക്കിടയിൽ നന്മയുണ്ടാക്കുന്നവരാണ് ഞങ്ങൾ എന്നാണ് ആ മുനാഫിക്കുകളുടെ വാദം എന്ന് സ്വഹാബികൾ ഇവരുടെ കപടത വിശദീകരിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. ഇതാണ് ഈ ആയത്തിന്റെ ആശയമായി കൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഇന്ന് ഇവിടെ നിർത്തുകയാണ്. ഇതിനുശേഷം ഇവരുടെ ഉദ്ദേശം എന്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ ഇവരെ കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്, ഇവർ ആരാണ് എന്ന്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.